അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ചെമ്മീനാണ്. അപ്പോൾ ചെറിയ ചെമ്മീനാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ഒരു ഇത്തിരി സുർക്കയും കൂടി ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് കുഴച്ച് വെക്കാം, ഒന്നിങ്ങോട്ട് മിക്സാക്കി വെക്കാം. അപ്പോൾ അത് മിക്സാക്കി കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഉള്ളിയൊക്കെ വഴറ്റാനുള്ളൊരു പാന് ഞാനിതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ഇതാ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതാ ചെറിയുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് തന്നെ വഴണ്ടി വന്നപ്പോൾ ഇതാ തക്കാളി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള മസാലപ്പൊടി ഇതാ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മൾ ചെമ്മീനുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതാ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.